എന്റെ പൊന്നു സാറേ, പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞു. 3-4 കൊല്ലമായിട്ട് ഞാൻ ഇന്റർവ്യൂവിന് പോകാത്ത ഒറ്റ ദിവസവും ഇല്ല. സാറിന്റെ മുമ്പിൽ തന്നെ ഇത് 7-ാമത്തെയോ 8-ാമത്തെയോ തവണയാണ്. ഇത്തവണയെങ്കിലും എന്നെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത് കാര്യപ്രാപ്തിയും ആത്മാർത്ഥതയും ഉള്ള ഒരു ചെറുപ്പക്കാരന്റെ വിശ്വസ്ത സേവനമായിരിക്കും. എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വിലപ്പെട്ട എന്റെ ജീവനുമായിരിക്കും. Yes. Mr. K.P. Appudayar? Yes, sir. Excuse me? Thanks. Hello? 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 Excuse me. You want a coin? Thanks. No, man. ഹലോ ഹലോ, ഞാൻ അമ്മിണിക്കുട്ടിയാ. ചേച്ചിക്ക് തരാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഒരാളൊരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഹോസ്റ്റൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ആരെങ്കിലും അയച്ചാൽ മതി. ശരി. ഇല്ല, വിശേഷമൊന്നുമില്ല. എന്നാ വെക്കട്ടെ. ഹലോ, കുപ്പല്ലേ? അപ്പുവാ? അല്ലല്ല, ഓഫീസിൽ നിന്നല്ല. എന്തായുടെ പേര്? ഓ, സദാശിവൻ. അയാളോട് നാളെ വന്ന് ചോദിച്ചോളാം പറ. മറ്റേ ആളോ? എന്താ ഉറുപ്പേ, നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഞാൻ ജോലി വാങ്ങിച്ചു കൊടുക്കണം പറഞ്ഞ? എന്താണ്? എനിക്ക് ചില വലിയ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് അവർക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റുമോ? ശരി ശരി, നോക്കട്ടെ. നാളെ കാലത്ത് എന്നെ ഒന്ന് ഫോൺ ചെയ്യും. ഓക്കെ. എന്താ ഇത്? അത് കൊള്ളാം. 50 പൈസ തരാൻ വേണ്ടിയാണ് ഇത്ര തരം നിന്നത്. നമ്മളൊക്കെ മലയാളികളല്ലേ. പേര് മനസ്സിലായി. അമ്മക്കുട്ടി എന്ത് ചെയ്യുന്നു? ഞാനിവിടെ സെയിൽസ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. സാറ്? നോ സാർ, ഞാൻ അപ്പു. അപ്പു എന്ന് വിളിച്ചാൽ മതി. അമ്മക്കുട്ടിയുടെ നാടെവിടെ? ഒറ്റപ്പാലത്ത്. അപ്പൊ നമ്മള് നാട്ടുകാരാണല്ലോ. എന്റെ വീട് ഷൊർണൂരാ. ഇവിടെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിൽ ടെക്നിക്കൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു. ഓട്ടോ? സോറി, കുറച്ച് ധൃതിയുണ്ട്. ഹലോ, പണിക്കർ സാറല്ലേ? ഞാൻ അപ്പുവാണ്. ബാബു പറഞ്ഞിരുന്നില്ലേ?
അപ്പോ സാർ എങ്ങനെയെങ്കിലും ആ ജോലി ഒന്ന് ചെറുപ്പിടി തരണം. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാണ്. ദാ ശരി ശരി. ആ ശല്യം. പറഞ്ഞ നിന്റെ കുട്ടികൾ ഇനി മാറിയില്ലല്ലേ? ഇതാ ചായ. അടുത്തു വേണ്ട. വാന്ന് ഒരു സ്വകാര്യം പറയട്ടെ. ഉറക്കെ പറഞ്ഞാലും ആരും കേൾക്കില്ല. വരില്ലേ? ഇല്ല. ആ എന്നാ ഞാൻ കിടന്നുറങ്ങാൻ പോവാ. എന്നാ പറയൂ. വിശേഷിച്ചൊന്നുമില്ല. കാലത്ത് നിന്നെ കാണുന്ന ഒരു സുഖമാണ്. ഇവിടെ ഇരിക്ക്. ആ ഇവിടെ നോക്കട്ടെ. ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞു? ഏതവനാടാ അത്? വല്ല പിച്ചക്കാരനായിരിക്കും. ഞാൻ നോക്ക്. എന്താ ചിരിക്കുന്നത്? ബാബിച്ചേട്ടൻ പറഞ്ഞു അപ്പു ആയിരിക്കുമെന്ന്. വരൂ. ബാബിച്ചേട്ടൻ പറഞ്ഞ ആള് തന്നെയാ. ആ ഇരിക്കും. ഗുഡ് മോർണിംഗ്. മനുഷ്യനുണ്ടായിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ഔചിത്യബോധം. അത് അശേഷം തനിക്കില്ല. അതെന്താ? എന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു, അപ്പോഴായിരിക്കും തന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. അത്രേ ഉള്ളൂ. ഓ, സാറിനത് വലിയ കാര്യമല്ലായിരിക്കും. എന്നല്ല, ഇന്നാണെങ്കിൽ ഇന്റർവ്യൂ ഒന്നുമില്ല. എനിക്ക് ഫലിതം പറയാൻ നല്ല മൂടും. എന്നാൽ ചില തമാശകളൊക്കെ പറഞ്ഞ് നിങ്ങൾ രസിപ്പിക്കാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. എന്തു വേണേ തരാം, ആ വളിപ്പ് മാത്രം പറയരുത്. അവിടെ നിന്നാലേ ധാരാളം പണികൾ ഉണ്ടാവില്ലേ? എവിടെ? ചന്ദ്രേട്ടന്റെ വീട്ടില്. എന്ത് പണി? പാചകം. അയ്യോ, അവിടെ അങ്ങനെയുള്ള പണിയൊന്നുമില്ല. അതെന്താ? അവിടെ വെപ്പം കൂടി ഒന്നും ഇല്ലയോ? അതൊക്കെ അവരല്ലേ ചെയ്യുന്നത്. ചന്ദ്രേട്ടനും ചേച്ചിയും എന്റെ മേലനങ്ങാൻ സമ്മതിക്കില്ല. എന്നിട്ടാണോ താനൊരു നല്ല പാചകക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞത്? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സത്യം പറ, താനില്ലേ അടുത്ത വെപ്പോണി? പറയുന്നത് വല്ലപ്പോഴും തമാശന് ഈ സാമ്പാറിന്റെ കഷ്ണം വല്ലതും. ചായ ഒന്നും ഇല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ഇരിക്കാണോ? ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണോ ഭാവം? പിന്നല്ലാതെ. താൻ ആ പണിക്കൊക്കെ ഫോൺ ചെയ്തു? ഒരു പ്രാവശ്യം ഫോൺ ചെയ്തു, കിട്ടണ്ടേ? 100 തവണ ചെയ്യേണ്ടി വരും. സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ലേ? വൈകുന്നേരം എങ്ങനെ ചെയ്യാം. അയാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവും. താ ഒരു കാര്യം ചെയ്യും, പതുക്കെ നടന്ന് പുറത്തു പോയൊരു ചായയൊക്കെ കുടിച്ച് സാവധാനം പണിക്കാർക്കൊക്കെ ഫോൺ ചെയ്ത് ഉച്ചയ്ക്ക് ഊണിന് സമയമാകുമ്പോൾ പതുക്കെ നടന്നിങ്ങ് പോന്നാ മതി. എന്താ? ഒരു കാര്യം ചെയ്യാം, ഫോൺ ചെയ്തിട്ട് നീങ്ങി വരാം. എന്റെ ഈശ്വര, ഈ വയസ്സുകാലത്ത് എന്ത് അഭ്യാസാ നീ കാണിക്കുന്നത്? അപ്പുറത്തും ഇപ്പുറത്തുള്ള മനുഷ്യരെ നോക്കി ചിരിക്കും. സ്വന്തം ഭാര്യയ്ക്ക് ഭ്രാന്താണെന്ന് പറയാൻ പറ്റുമോ? പറയുന്നവർക്കായിരിക്കും ഭ്രാന്ത്. എനിക്ക് ഒന്ന് സ്ലിം ആവണം. എന്നിട്ട് എന്തിനാ? അല്ല, പുതിയ കല്യാണാലോചന വല്ലതും ഉണ്ടോ? എനിക്ക് സൊസൈറ്റിയിലൊക്കെ ഒന്ന് മൂവ് ചെയ്യണം. ആ, അത് ശരിയാണ്. സ്ലിം ആയാൽ മൂവ് ചെയ്യാൻ എളുപ്പമാണ്. എനിക്ക് എന്തെങ്കിലും ഒരു വ്യായാമം ഇല്ലാതെ പറ്റില്ല. കളിക്കപ്പൂ. എന്താ അപ്പു നെറ്റടിച്ചത്? എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാണാനുണ്ട്. ഞായറാഴ്ച ആയിട്ടോ? നീ വേഗം കമലാ തിയേറ്ററിൽ പോയി മോർണിംഗ് ഷോയ്ക്ക് 2 ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിൽക്കേ. ഞങ്ങൾ വന്നേക്കാം. ചന്ദ്രേട്ടൻ റെഡി ആവുന്നില്ലേ? ഒന്ന് പോയി കുളിച്ചേ. ഫുള്ളായി പോച്ചേ. ഒന്ന് കൊടുക്ക സാർ. മൈ ഗോഡ്, ക്ലോസ് ചെയ്ത് പോയി. ഇനി എന്ത് ചെയ്യും? കഷ്ടായിപ്പോയി. ഹലോ, എന്താ ഇവിടെ? സിനിമയ്ക്ക് വന്നതാ. ഹൗസ്ഫുൾ ആയി. ഓഹോ, സിനിമ കാണുന്നുണ്ടോ? ഹൗസ്ഫുൾ അല്ലേ? ഇവിടെ വരെ വന്നിട്ട് സിനിമ കാണാതെ പോകുന്നത് മോശല്ലേ? അതിന് ടിക്കറ്റ് ഇല്ലല്ലോ. ഒന്നും പ്രശ്നമല്ല, 2 വേണ്ടൂ.
ഈ തിയേറ്ററിന്റെ ഓണർ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാ. ജസ്റ്റ് എ മിനിറ്റ്. ആരാ? ടെലിഫോൺ ബൂത്തിൽ വെച്ച് പരിചയപ്പെട്ടതാ. അപ്പോ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിലെ വലിയൊരു ഉദ്യോഗസ്ഥനാ. ഓഹോ. ഇവിടെ മാത്രമല്ല, ഈ സിറ്റിയിലെ ഏത് തിയേറ്ററിൽ എപ്പോ ടിക്കറ്റ് വേണമെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ഐ എം സോറി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. എന്റെ പേര് മാലതി, സിറ്റി ഹോസ്പിറ്റലിൽ നഴ്സാ. ഞാനിവിടെ മിസ്റ്റർ അപ്പുവിനെ പറ്റി ഞാൻ പറഞ്ഞു. ഒന്നിച്ച താമസിക്കുന്നത്? അതെ, ഇവിടെ ആഴ്വപ്പേട്ട വിമൻസ് ഹോസ്റ്റലിൽ. കേറുന്നില്ലേ? സമയായി, പണങ്ങറായി. മിസ്റ്റർ അപ്പു പടം കാണുന്നില്ലേ? എനിക്ക് വേറെ ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. റൈറ്റിൽ പോങ്കോ. നല്ല ആളാ, ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോയതാ. അവിടെ തിരക്കായിരുന്നു. ആ ജോസേട്ടാ, ഇത് കുറെ കാലായിട്ടുള്ള എന്റെ ഒരു ഇന്റർവ്യൂ സുഹൃത്താ അപ്പനാര്. ഇരിക്കെ. എനിക്ക് ജോലിയില്ലല്ലോ എന്നുള്ള സങ്കടം അപ്പനാരെ കാണുമ്പോ തീരും. ആ അപ്പനാരെ, ഇത് ജോസേട്ടൻ, നമ്മുടെ ഒരാളാ. നമസ്കാരം. നമസ്കാരം. നാടെവിടെയാണ്? ഷൊർണൂരാ. പുള്ളി ഈ ഹാർബറിലൊക്കെ കുറച്ച് പിടിപാടുള്ള ഒരാളാ. എനിക്ക് അല്പം സ്വല്പം ഫോറിൻ സാധനങ്ങളുടെ ഏർപ്പാടാണ്. പരശു, നമ്മുടെ ഒരു വീഡിയോ സെറ്റ് വന്നുപെട്ടിട്ടുണ്ട്. ഊക്കൻ സാധനമാ. എന്താ നോട്ടം ഉണ്ടോ? പുള്ളിക്ക് അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അതെന്താ വീഡിയോ വാങ്ങിക്കാൻ പാടില്ലേ? ഏതാ സെറ്റ്? സോണി. സോണി ഒരു എനിക്ക് ഇറ്റാച്ചിയാ നോട്ടം. അച്ഛനും അമ്മയും പ്രായമായിരിക്കുക, അവർക്കൊരു നേരം പോക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്റെ ഒരു പോർട്ടബിൾ ഒരെണ്ണം ഉണ്ട്, വല്ലപ്പോഴും ഒരു ബ്ലൂ. ഹിറ്റാച്ചി. ആട്ടെ നോക്ക സാർ. ആ നോക്കി പറ. പരശു, ഇവിടെ ഒരാള് വന്നിട്ട് പോയി രണ്ടു ചായ സംഘടിപ്പിക്കടേ. പാത്രമൊന്നുമില്ല ഇവിടെ. ആ കുപ്പി എടുത്തോണ്ട് പോ. ജോസേട്ടാ, കാശ് ആ മേശപ്പുറത്തുണ്ടേ. ജോസേട്ടാ, പോയി ചായ മാറ്റോണ്ട് പാടേ. ജോസേട്ടാ, ഞാനിപ്പോ ചായ മേടിച്ചിട്ട് വരാം. സാറേ, ഫോറിനെന്നും പറഞ്ഞ് ഇവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇന്ത്യനാ. ഇതേ സാധനം ബർമാ സാറിൽ കിട്ടും. എന്നാൽ സാധനം ഇതാണോ? അത് ഇന്ത്യൻ, ഇത് ഫോറിൻ. ഇതും അവിടെ കിട്ടും. കുപ്പി ഇത് തന്നെ. ഇതിനകത്ത് മരുന്നുണ്ടല്ലോ, അത് വേറെ ആയിരിക്കും. ഞങ്ങൾ ഹാർബറിലെ കപ്പലുമായിട്ട് നേരിട്ടുള്ള ഇടപാടാണ്. ഒറിജിനൽ ഗാബ്ഡിയൻ. ഒന്ന് വീശട്ടെ? ഞാൻ ക്യാഷ് എടുത്തിട്ടില്ല. സാറിനോട് ആരെങ്കിലും കാശ് ചോദിച്ചോ? ആവശ്യമുള്ള സാധനങ്ങളും കൊണ്ട് പറഞ്ഞാ പോരെ. സ്റ്റൈലായിട്ടുണ്ട്. ഈ വക ഐറ്റംസ് എന്റെ ധാരാളം ഉണ്ട്. ഓ, ഇതൊന്ന് പാക്ക് ചെയ്തേക്കും. അല്ല, പോവാണോ? ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ? അയാളെ പിടിച്ചേപ്പിച്ചതാ. വരട്ടെ. അല്ല, അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ല. നമുക്ക് കുറച്ച് ചായ കുടിച്ചിട്ട്. അല്ല, കുടിക്കാന്നേ, കുറച്ച് ചായ കുടിക്കാം. ചായ കുടിക്കാമല്ലോ. അല്ല, കുടിക്കാം നമുക്ക്. അത്യാവശ്യമുള്ളതുകൊണ്ട് കാണാം. അല്ല, കുറച്ച് കുടിക്കാന്നേ. ജോസേട്ടാ, എന്താ വലിയൊരു പൊതിയും കൊണ്ട് പോകുന്നുണ്ടത്? രാവിലെ തന്നെ നല്ലൊരു കച്ചവടം നടന്നു. എത്ര രൂപയുടെ? 1500 രൂപയുടെ. കാശ് കിട്ടിയോ? കാശ് അതൊക്കെ നാളെ അയാൾ തന്റെ കൈ തരൂടും.
എന്റെ അമ്മേ. ഇതെങ്ങനെയുണ്ട്? ഫൈൻ, നന്നായിരിക്കുന്നു. ഇതേപോലെ ഒരെണ്ണം നമ്മുടെ ശർമാജിയുടെ വൈഫിന്റെ കയ്യിലുണ്ട്. അതോ കുൽത്താർ സിംഗിന്റെ വൈഫിന്റെ കയ്യിലാണോ? അല്ല ചന്ദ്രേട്ടാ, ശർമാജിയുടെ വൈഫിന്റെ കയ്യിൽ തന്നെയാ. ഇതേ ഒറിജിനൽ അമേരിക്കൻ സിൽക്കാ. അതിന് താൻ അമേരിക്കയിലായിരുന്നു? ഞാൻ അമേരിക്കയിലല്ല, എന്നാലും കൊണ്ടുവന്ന ആൾ അമേരിക്കയിലാണല്ലോ. ശരി. ഒരുപാട് സാധനങ്ങൾ എടുത്തോളാൻ പറഞ്ഞതാ. വെറുതെ കിട്ടുന്നതാണെങ്കിൽ ഒരു മര്യാദ വേണ്ടേ? ആ ബിജുമനെ, ഒരു ഫ്രണ്ട് കൊണ്ടുവന്നാ. അങ്കിൾ, അയാളുടെ കയ്യിൽ വാക്ക്മാൻ ഉണ്ടോ? എന്തോ ഇത് ചന്ദ്രേട്ടന്. താങ്ക് യു. എങ്ങനെയുണ്ട് ചന്ദ്രേട്ടാ? അയ്യോ, ഇതാരാ ഇത്? ഹലോ, ആരെ കാണാനാ? മിസ് അമ്മിണിക്കുട്ടി. ആരെ കാണാനാ? അമ്മിണിക്കുട്ടി എവിടുന്നാ? ഇവിടെ അടുത്തു തന്നെ. അമ്മിണിക്കുട്ടിയുടെ ആരാ? അമ്മിണിക്കുട്ടിയുടെ ഒരു ഫ്രണ്ടാ. ഓഹോ. ഇവിടെ താമസിക്കുന്ന പെൺകുട്ടികളെ കാണാൻ മേട്ടന്റെ സമ്മതം വേണം. ഓഹോ, അപ്പോ നിങ്ങളൊന്നും പെൺകുട്ടികളല്ല. ഇവിടെ ആണുങ്ങളായിട്ട് ആരുമില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അയ്യോ, അപ്പൊ ഞാനോ? തന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ആരാ? പോയി ചോദിക്ക. ഹലോ, ഹലോ. വരൂ. അന്ന് മിസ്റ്റർ അപ്പു നല്ല പണിയാ കാണിച്ചത്. എന്താ? തിരക്കിനിടയിൽ ഞങ്ങൾ തരാൻ വിട്ടുപോയി. എന്നാ അപ്പു ചോദിക്കണ്ടേ ടിക്കറ്റിന്റെ കാശ്? അതാണോ? അത് സാരമില്ല. ടിക്കറ്റ് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാണെങ്കിൽ അല്ലേ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുള്ളൂ. ഓ, മാലതിക്ക് പരിചയമുണ്ടല്ലോ. ഇത് മിസ്റ്റർ അപ്പു, ഇവിടെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ സൂപ്പർവൈസർ ആയിരുന്നു. ഒരു ഗുഡ് ന്യൂസ്, എനിക്ക് പ്രൊമോഷൻ കിട്ടി. റിയലി? യെസ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഫോർമാലിറ്റി ഒന്നുമല്ല, കുറച്ച് സ്വീറ്റ്സ് ആണ്. ഓ, താങ്ക് യു. ഇത് ഒന്ന്, എനിക്ക് രണ്ടെണ്ണം വേണം. ഇവരെയൊക്കെ പരിചയപ്പെട്ടില്ല. ഇത് രാജി, സൂസൻ, ശോഭ, ശാന്ത. എന്താ, പരിചയമുണ്ടോ? ഉണ്ട്, പരിചയമുണ്ട്. കണ്ടപ്പോ തന്നെ ഒരു നിമിഷം പഴയ കാലങ്ങളിലേക്ക് എന്റെ മനസ്സ് ഓടിപ്പോയി. അതേ മുഖഛായ, അതേ പ്രകൃതം. എന്താ, ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ അനിയത്തി ശ്രീദേവി ശോഭയെ പോലെ തന്നെയായിരുന്നു. 8 വർഷങ്ങൾക്ക് മുമ്പ് അവൾ എന്നെ വിട്ടുപോയി. ഓ, സോറി. എന്തായിരുന്നു അസുഖം? ഞാൻ പോട്ടെ അമ്മിണിക്കുട്ടി. Try to forget it. ബന്ധങ്ങളുടെ കാര്യത്തിൽ ഞാൻ വളരെ സെന്റിമെന്റിലാണ് അമ്മിണിക്കുട്ടി. പോട്ടെ. ഓണത്തിന് നാട്ടിൽ പോകുന്നുണ്ടോ? അപ്പു പോകുന്നുണ്ടോ? ഞാൻ എല്ലാ വർഷവും പോകും. തിരുവോണ നാളിൽ അമ്മയോടൊപ്പം ഇരുന്നുണ്ടില്ലെങ്കിൽ എനിക്കെന്തോ നഷ്ടപ്പെട്ട പോലെ തോന്നും. അമ്മയാണെങ്കിൽ ഓണക്കാലം മുഴുവൻ കരഞ്ഞോണ്ടിരിക്കും. അമ്മിണിക്കുട്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവാം. എന്താ വല്ലാതെ? ഒന്നുമില്ല. ഞാൻ പോട്ടെ. അപ്പൊ ജോലി കിട്ടുന്നതിന് മുമ്പ് പ്രൊമോഷൻ കിട്ടും. എന്നിട്ട് സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു. പിന്നീടാണ് 8 വർഷം മുമ്പ് മരിച്ച പെങ്ങളുടെ അതേ ഛായ ഉണ്ടെന്ന് പറഞ്ഞ് ശോഭയുമായ ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു സിസ്റ്റർലി അഫെക്ഷൻ. അത് പിന്നീട് ഹോസ്റ്റലിലേക്ക് കയറി പറ്റാനുള്ള ഒരു വഴിമരുന്നാണ്. തന്നെയൊക്കെ എങ്ങനെ വിശ്വസിച്ച് കുടുംബത്തിൽ കയറ്റും? ആരും കേറ്റിയല്ലോ, നമ്മൾ ഓടിയൊക്കെ കേറിയല്ലേ. അയ്യോ എന്റെ സുജാതെ, വിശന്നിട്ട് വയ്യ. ചില്ലറ ചെലവിൽ വെച്ചിരുന്ന കാശെടുത്താ പണ്ടാര അടങ്ങാൻ സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുത്തത്. വല്ല ചപ്പാത്തിയോ ചാണപ്പട്ടയോ എന്തെങ്കിലും ഒട്ടെത്താ വെച്ചിട്ട് നിക്കാൻ വയ്യാഞ്ഞിട്ടാ. അയ്യോ.
അയ്യോ അടിവയറ്റിൽ നിന്ന് കുതിച്ചല്ലേ വിശപ്പ്. ഓ ഇവിടെ ഒന്നും ഇരിപ്പില്ല. എന്നാ ഞാൻ അടുക്കള കയറി നോക്കിക്കോട്ടെ. അവിടെ ഇടും. എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ട സുജാതെ പണ്ടാരടങ്ങാൻ. പ്രേമിക്കാൻ നടക്കുകയല്ലേ, കണ്ടവർ ഐശ്വര്യമെങ്കിലും വരട്ടെ. ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാൻ നമ്മുടെ പണിക്കരെ കണ്ടിരുന്നു. എപ്പോഴാ ഇന്റർവ്യൂ? അയ്യോ അത് അടുത്ത തിങ്കളാഴ്ചയാ. എന്ത് പറഞ്ഞു? പണിക്കർ ഇന്റർവ്യൂ ബോർഡിലുണ്ട്, വേണ്ടൊക്കെ ചെയ്യാവുന്ന ഏറ്റിട്ടുണ്ട്. ഇനി താൻ അവിടെ ചെന്ന് തന്റെ ഇന്റലിജൻസ് ഒന്നും കാണിക്കാതിരുന്നാ മതി. കിട്ടുവോ? കിട്ടും. ഞാനും പണിക്കരും തമ്മിൽ അത്ര അടുപ്പത്തിലല്ലേ. ദൈവമേ. പിന്നെ ഒരു കാര്യം, ഇതെന്റെ അവസാനത്തെ ശ്രമമാണ്. നന്നാവുന്നെങ്കിൽ നന്നാവും. നന്നാവണമെന്ന് ആഗ്രഹമില്ലാണ്ടാണോ ബാബു? ഞാൻ ഇപ്പൊ തന്നെ ഈ ഹോസ്റ്റലിലെ പരിപാടി വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലേ? അത് കവിതമാശാന്നാ വിചാരിച്ചത്? അല്ല, സീരിയസ് ആയിട്ട് തന്നെ. അതും നന്നാകാനുള്ള ഒരു വഴിയാ. ഇത് ശരിയായാൽ അത് ശരിയാവും. രണ്ടും ശരിയായാൽ മൊത്തം കാര്യങ്ങൾ ശരിയാവും.